ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീയക്ഷി സ്റ്റോറീസ്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ ഞാനിന്നൊരു സിമ്പിൾ ഹെയർ ബാൻഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് വേണ്ടത് വയർ ഹെയർ ബാൻഡ് വേണം, ഗ്ലിറ്റർ ട്യൂബ് വേണം, എൻഡ് ബീഡ് വേണം. അപ്പോൾ ഇതാണ് വയർ ഹെയർ ബാൻഡ്. അപ്പോൾ ഈ വയർ ഹെയർ ബാൻഡിൻ്റെ അറ്റത്ത് നമ്മളിതിന് യൂസ് ചെയ്യണ ഇങ്ക് B7000 ഗ്ലൂ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത്. ഇങ്ക് അല്ല, ഗ്ലൂ നമ്മൾ യൂസ് ചെയ്യണത് B7000 ആട്ടാ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അറ്റത്ത് എൻഡ് ബീഡ് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഗ്ലിറ്റർ ട്യൂബ് ഈ വയർ ഹെയർ ബാൻഡുമേക്ക് കയറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഹെയർ ബാൻഡുമേ. എന്നിട്ട് നമ്മൾ നമ്മുടെ ഗ്ലിറ്റർ ട്യൂബ് കയറ്റുകയാണ് ഇതുമേക്ക്. പതുക്കെ കയറ്റി കൊടുക്കുക. അത് വളരെ സിമ്പിളായിട്ട് കയറിപ്പോവും. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റും. ഓക്കെ, നമ്മൾ ഫുള്ളായിട്ട് കയറ്റിയിട്ടാണ് നമ്മുടെ ഗ്ലിറ്റർ ട്യൂബിന് ഹെയർ ബാൻഡുമേക്ക് കയറ്റി. അപ്പോൾ ഒരു പ്രശ്നം പറ്റി, എൻ്റെ ലെങ്ത്ത് കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഈ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എൻഡ് ബീഡ് ഊരിയെടുത്തിട്ട് ഞാൻ 2 ബീഡ്സ് കയറ്റി കൊടുക്കുകയാണ് ഇതുമേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻഡ് ബീഡ് വെക്കണത്. 2 സൈഡിലും ഇതുപോലെ നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് ജസ്റ്റ് എൻഡ് ക്യാപ്പ് വെച്ചിട്ടായാലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ലുക്ക് തോന്നുന്നുണ്ട് കേട്ടോ എനിക്കിത് ഇപ്പോൾ ബീഡ്സ് വെച്ചപ്പോൾ. ഇപ്പോൾ നമുക്ക് ഈ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ബീഡ്സിൻ്റെ എണ്ണം കൂട്ടിയിട്ട് അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നീളം കുറഞ്ഞു പോയോണ്ട് ചെയ്തതാണ് ഇങ്ങനെ. ഓക്കെ, നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് പറഞ്ഞത്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണത്. ഇനി നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ക്ലിപ്പാണ്. അലിഗേറ്റർ ക്ലിപ്പ് മോഡലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രോസ് ഗ്രെയിൻ റിബൺ എടുത്തിട്ടുണ്ട്. ഒരു 30 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 33 സെൻറ്റിമീറ്റർ ലെങ്ത്ത് ഉണ്ട് അതിന്. അപ്പോൾ നമ്മൾ ഈ സൂചി നൂല് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ തുന്നി അതിൻ്റെ മറ്റേ അറ്റത്ത് എത്തുമ്പോൾ നമ്മൾ ഇതിനെ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, തുന്നി കൊടുക്കുക റൗണ്ടായിട്ട്. അപ്പോൾ നമുക്കൊരു ഫ്ലവർ ഷേപ്പ് കിട്ടും ഇങ്ങനെ. അപ്പോൾ ഇനി ഞാൻ ഒരു ചെറിയ പീസ് ഗ്ലിറ്റർ ട്യൂബ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്ലിറ്റർ ട്യൂബിനെ ഞാനൊന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഗ്ലിറ്റർ ട്യൂബിനെ ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ ഒട്ടിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പറഞ്ഞു പോകും വീണ്ടും. അപ്പോൾ നമ്മൾ ഈ ചുറ്റി കൊടുത്ത ഗ്ലിറ്റർ ട്യൂബിനെ ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അത് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അത് കാരണം സാധ്യതയില്ല, അത് വിട്ടുപോകാൻ എന്തായാലും. അത് കാരണം ഗ്ലൂ ഗൺ വെച്ച് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ആ പൂവിൻ്റെ ഷേപ്പുമേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചത്. ഇനി നമ്മൾ ഇതിനെ അലിഗേറ്റർ ക്ലിപ്പുമേക്ക് ഒട്ടിക്കണം. അപ്പോൾ ഞാൻ അലിഗേറ്റർ ക്ലിപ്പുമേ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് അതിൻ്റെ അതേ അളവിൽ വെട്ടിയെടുത്തിട്ട് ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അത് ആദ്യം അലിഗേറ്റർ ക്ലിപ്പും ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ടാണ് അത് നമ്മൾ B7000 വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതുമേ നമ്മുടെ ഈ ഫ്ലവറിനെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അതിൻ്റെ. കണ്ടില്ലേ, സിമ്പിളായിട്ട് 2 ഹെയർ ആക്സസറീസ് ഉണ്ടാക്കി നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട്. ഇനിയും കുറേ മോഡൽസ് ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ.